LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് കാസർഗോട്ട് തുടക്കമായി. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും വാർഷികാഘോഷ പരിപാടികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്നും സിജു കണ്ണൻ ചേരുകയാണ്. സിജു, രാവിലെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ അവിടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രദർശന മേള, മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രിമാരുടെ സാന്നിധ്യം, വലിയ ജനപങ്കാളിത്തം, ആ നിലയിൽ ആവേശകരമായിട്ടാണോ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം? വിശദാംശങ്ങൾ. ശരത്ത്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമാണ് കാസർഗോഡ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലിക്കടവാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ കേരളം പ്രദർശന വിപണനമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് 4ാം വാർഷികാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് മൈതാനിയിൽ നടന്നത്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. മന്ത്രി കെ രാജനാണ് അധ്യക്ഷത വഹിച്ചത്. ഈ ചടങ്ങിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. മന്ത്രി KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുത്തു. വളരെ ആവേശം നിറഞ്ഞ ഒരു ചടങ്ങായിരുന്നു കാലിക്കടവിലേത്. അതിനുശേഷം ഇപ്പോൾ പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വിവിധ മേഖലകളിലുള്ള പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആമുഖമായി മുഖ്യമന്ത്രി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ വിവിധ മേഖലകളിലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ മുന്നോട്ടുള്ള പോക്കിന്, സംസ്ഥാനത്തിൻ്റെ ആകെ മുന്നോട്ടുള്ള പോക്കിന് ഉതകുന്ന വലിയ ചർച്ചകളും ആശയ സംവാദവുമാണ് അതിനകത്ത് നടക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച നടന്നതിന് ശേഷം അതിന് മുഖ്യമന്ത്രി മറുപടി നൽകും. എല്ലാം കൃത്യമായി എഴുതി രേഖപ്പെടുത്തി മുന്നോട്ട് പോകും. അതിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കുക, ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് ആ മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 11:30 കൂടിയാണ് ഈ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ പരിപാടി നടന്നത്. ഈ യോഗത്തിൽ AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രി K രാജൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ പ്രമുഖർ, സിനിമാ മേഖലയിലെ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ 2016 ശേഷമുള്ള 9 വർഷ കാലയളവിൽ നടന്ന LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായും പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രദർശന വിപണന മേളയാണ് കാലിക്കടവ് നടക്കുന്നത്. 21 മുതൽ 27 വരെ ഈ പ്രദർശന വിപണന മേള നടക്കും. കിഫ്ബി അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രത്യേക പവലിയനുകളുണ്ട്. ഈ വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, ഇനി ഭാവി മുന്നേറ്റത്തിന് നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം തന്നെ കൃത്യമായും സമഗ്രമായും പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു പ്രദർശന വിപണന മേള എന്നതിനുമപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്നതിനുമപ്പുറം സംസ്ഥാന സർക്കാർ ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ ഒരു അവലോകനമാണ് നടക്കുന്നത് എന്നാണ് മന്ത്രിമാരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇനി മുന്നോട്ടുള്ള പോക്കിന് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, ഏതൊക്കെ മേഖലയിൽ ശ്രദ്ധ കൊടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജില്ലാതല യോഗങ്ങൾ നടക്കുന്നത്. വിവിധ മേഖലകളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല യോഗങ്ങൾ എല്ലാ ജില്ലയിലെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷവും നടക്കും. അതിനുശേഷം മേഖലാതല യോഗങ്ങൾ നടക്കും. വിവിധ മേഖലകൾ. കാസർഗോഡ് നിന്ന് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട നിലയിലാണ്. സർക്കാർ 5ാം വർഷത്തിലേക്ക് പോകുമ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെയും പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ഓരോ വർഷവും ചെയ്ത കാര്യങ്ങൾ ഇനി എത്ര ചെയ്യാനുണ്ട് എന്നതിൻ്റെ വ്യക്തമായ കണക്കുകളും വിവരങ്ങളും അവതരിപ്പിച്ച് തന്നെയാണ് 2016 മുതൽ ഇങ്ങോട്ട് LDF സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് 5ാം വർഷത്തിലേക്ക്, തുടർഭരണത്തിൻ്റെ 5ാം വർഷത്തിലേക്ക്, അതായത് 10ാം വർഷത്തിലേക്ക്, പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, കേരളത്തിൻ്റെ മാറ്റം, മികവുകൾ, ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുമായി അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടുകൊണ്ടുള്ള പരിപാടികളും ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് സിജു കണ്ണ നൽകിയത്.